കോട്ടയം കളക്ടറേറ്റിൽ ഭീഷണി സന്ദേശം ലഭിച്ചത് പഹൽഗാം സുരക്ഷാ ഭീഷണി അടിയന്തര ഒഴിപ്പിക്കൽ എന്ന തലവാചകത്തിൽ. മയക്കുമരുന്ന് കേസിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ്റെ ഭാര്യ കിരുത്തിക ഉദയനിധിക്കും ജാഫർ സാദിഖിനുമെതിരായ എല്ലാ കുറ്റങ്ങളും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി സന്ദേശം. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു. മിഥുൻ, എന്താണ് ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്? കൃഷ്ണരാജ്, ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ഔദ്യോഗിക മെയിലിൽ, കളക്ടറേറ്റിന്റെ ഔദ്യോഗിക മെയിലിൽ ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം ലഭിച്ചത്. 10 മണിയോടുകൂടി ഇത് ശ്രദ്ധയിൽപ്പെടുകയാണ് ചെയ്തത്. ഉടൻ തന്നെ സുരക്ഷയുടെ ഭാഗമായി പോലീസിനെയും മറ്റും വിവരം അറിയിക്കുകയും പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും എല്ലാം ഇവിടേക്ക് എത്തുകയും ചെയ്തു. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ അരിച്ചു പെറുക്കി പോലീസും ഡോഗ് സ്ക്വാഡും. അസ്വാഭാവികമായിട്ടുള്ള ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഇതിൽ പറഞ്ഞിരുന്നത് 2 മണിക്ക് ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നായിരുന്നു ഭീഷണി. അതുകൊണ്ട് തന്നെ 2 മണി വരെ ജീവനക്കാരെ പുറത്തു നിർത്തുകയും അതുപോലെ തന്നെ അവിടുത്തെ സുരക്ഷാ പരിശോധന അതിനകം പൂർത്തിയാക്കുകയും ചെയ്തതോടുകൂടി ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. ഈ മെയിലിൽ പറഞ്ഞിരുന്നത് മയക്കുമരുന്ന് കേസിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ ഭാര്യ കിരുത്തിക ഉദയനിധിക്കും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ജാഫർ സാദിഖിനും എതിരായിട്ടുള്ള എല്ലാ കുറ്റങ്ങളും എടുത്തു കളയണമെന്നായിരുന്നു ഇതിൽ ആവശ്യപ്പെട്ടിരുന്നത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് ഈ കേസ് എടുത്തിരുന്നത്. ഈ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും പിൻവലിക്കണമെന്നായിരുന്നു ഈ ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു നേരത്തെ പാലക്കാട് കളക്ടറേറ്റിലും അതുപോലെ തന്നെ തൃശൂർ കളക്ടറേറ്റിലുമെല്ലാം സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഭീഷണി സന്ദേശമാണ് ലഭിച്ചിരുന്നത്. പക്ഷേ ഇതിലെടുത്തു പറയേണ്ടത് പഹൽഗാം തീവ്രവാദ ഭീകരാക്രമണത്തിന്റെ പിന്നാലെ ഇതിന്റെ ഒരു സബ്ജക്ട് എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചിരുന്നത്, തലവാചകമായി വെച്ചിരുന്നത് പഹൽഗാം അടിയന്തര സുരക്ഷാ ഭീഷണി അത്യാവശ്യം ഒഴിപ്പിക്കൽ എന്നീ വാക്കുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഈ ഒരു ഭീഷണി സന്ദേശത്തിന് എന്ന് കരുതിയാണ് അധിക സുരക്ഷയെല്ലാം നൽകിയത്. ഏതായാലും ഇപ്പോൾ കളക്ടറേറ്റും പരിസരവും എല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷം ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിക്കുകയും കളക്ടറേറ്റിന്റെ പ്രവർത്തനം സാധാരണഗതിയിലാകുകയും ചെയ്തിട്ടുണ്ട്. ശരി മിഥുൻ.